ഇനി മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരിൽ നിന്നും ഇന്നലെയും തുടങ്ങിയതാണോ? നമ്മുടെ SYS-ഉം SSF ഒക്കെ പ്രവർത്തന രംഗത്ത് വരുന്നതിന് മുമ്പ് ഇവരെത്ര ജാറമാണ് ഇവിടെ പൊളിച്ചത്, എന്തെല്ലാം നാശങ്ങളാണ് ഇവിടെ വരുത്തിയത്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളില്ലാത്ത കാലത്ത് നിങ്ങൾ കണ്ടോ ഇത് മുജാഹിദിന്റെ ജിഹാദ് സ്പെഷ്യൽ. ജിഹാദ് എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ സ്വന്തം അതേ മറ്റൊരാശയക്കാരുടെ സ്ഥാപനങ്ങൾ പൊളിക്കലാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലലാണ് എന്ന് ഇവിടെയുള്ള എല്ലാ കക്ഷികളെയും തെറ്റിദ്ധരിപ്പിച്ചത് മുജാഹിദേ ജിഹാദ് ചെയ്യുന്നവരെന്ന അർത്ഥപ്രകാരം പേര് സമ്പാദിച്ച നിങ്ങളല്ലേ. എന്നിട്ട് പിന്നെ ഞങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി വിലപിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന തീവ്രവാദങ്ങൾ ഇവിടെ എല്ലാവരും കാണുന്നില്ലേ? നിങ്ങൾ തന്നെ എഴുതിയത് വായിക്കട്ടെ. MSM ഇടവണ്ണ ശാഖ ജിഹാദ് സ്പെഷ്യൽ 87 എന്താണ് വായിക്കുന്നത് കേട്ടോ? വിഗ്രഹധ്വംസനം അഥവാ ജാറംപൊളി. വിഗ്രഹധ്വംസനം അഥവാ ജാറംപൊളി. അപ്പൊ വിഗ്രഹമാണ് ജാറമെന്നും വിഗ്രഹം ധ്വംസിക്കണം അഥവാ ജാറം പൊളിക്കണം എന്നല്ലേ നിങ്ങൾ ഹെഡിങ്? കേട്ടോളി. വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം. വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് ശേഷം പൊളിക്കുക തീരുമാനം ഇത്തിതമായിരുന്നു. എന്നാൽ ഈ വെള്ളിയാഴ്ച മറ്റൊരു പ്രധാന സംഭവത്തിന് കേരളക്കര ആദ്യമായി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി ഒരു ജുമ സംഘടിപ്പിക്കുവാൻ ഒതായിലെ PV മുഹമ്മദ് ഹാജി തീരുമാനിച്ചു. ഈ ജുമ ഉദ്ഘാടനം ചെയ്യാൻ അലവി മൗലവി പോയതുകൊണ്ട് ഒതായിലെ മോയിൻകുട്ടി മൗലവിയെ എടവണ്ണയിൽ ഖുതുബ നിർവഹിക്കാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ജുമാ ഖുതുബയ്ക്ക് ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു. മുഹമ്മദ് നബിയും സഹാബിമാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. പച്ചക്കള്ളം. അല്ലാഹുവിന്റെ റസൂല് പൊളിച്ച ജാറം ഏത് മഹാന്റെതാണ് മൗലവിമാരെ? സഹാബത്ത് പൊളിച്ചത് ഏത് മഹാന്റെ ജാറമാണ് മൗലവിമാരെ? സനദ് സഹിതം പറയൂ സലഫി മുതൽക്ക് റസൂലുള്ള വരെയുള്ള സനദോടെ വായിക്കൂ മൗലവി. റസൂലുള്ള പൊളിച്ച ജാറന്മാരുടേതാണ്. ഏത് ജാറമാ പൊളിച്ചത്? നിങ്ങൾ സാധാരണ വായിക്കുന്ന ഒരു ഹദീസുണ്ട്. അതിന്റെ അർത്ഥം ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടില്ലേ? ഇമാം ഖസ്സലാനി ശർഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടില്ലേ? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബൈതുഹു. അതെ, മുശ്രിഫായ ഖബറിനെ തസ്വിയത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതിന്റെ മഅന എന്താണ്? അത്തസ്ബീഹു. അതുകൊണ്ടുള്ള ഉദ്ദേശം കൂർത്തു നിൽക്കുന്ന ഖബർ അല്പം പരത്തണമെന്നാണ്, ജാറം പൊളിക്കണമെന്നല്ല എന്ന് ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടില്ലേ? ഇമാം ഖസ്സലാനി ബുഖാരിയുടെ ശർഹിൽ പറഞ്ഞിട്ടില്ലേ? ആ ഹദീസ് ജാറം പൊളിയല്ലല്ലോ, കൂർത്തു നിൽക്കുന്ന ഖബർ പരത്തണമെന്നല്ലേ ആ ഹദീസിൽ പറഞ്ഞത്? നിങ്ങൾക്ക് ഏതാണ് ഹദീസ് മൗലവിമാരെ? ഞാനിതാ ചോദിക്കുന്നു. മൗലവി ഇപ്പൊ വന്നപ്പോ പറയുന്നു ഞാൻ വെല്ലുവിളിക്കുന്നില്ല. മൗലവി പറയാ ഞാൻ വെല്ലുവിളിക്കുന്നില്ല, വിനയത്തോടെ ചോദിക്കുകയാണ്. വെല്ലുവിളിക്കുകയല്ല, വിനയത്തോടെ കാണിക്കുന്നു. അതിപ്പോ വെല്ലുവിളിക്കാത്തത്? മുമ്പ് കാലത്ത് വെല്ലുവിളിക്കുന്ന പേരോടെ സിബിനൊന്ന് കാണിച്ചു തന്നാ ചെരുപ്പെടുക്കൂന്ന് അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ വെല്ലുവിളിക്കാത്തത്? വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ? കരയുദ്ധമാണേ മൗലവി. വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ? ഇപ്പൊ മൂപ്പര് വിനയത്തോടെ ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ, വിനയത്തോടെ ചോദിക്കുന്നൊന്നുമില്ല, വെല്ലുവിളിക്കുകയാണ് മൗലവി. വെല്ലുവിളിക്കുകയാണ് മൗലവി. അള്ളാന്റെ റസൂല് പൊളിച്ച ജാറമേതാണ്? ഏത് മഹാന്റെ ജാറമാ പൊളിച്ചത്? ഏത് മഹാന്റെ ജാറമാ പൊളിച്ചത്? ഏത് വലിയന്റെ ജാറമാ പൊളിച്ചത്? ഏത് നബിയുടെ ജാറമാ പൊളിച്ചത്? പറയണേ മൗലവിമാരെ. സലഫിക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ജാറം പൊളിയം മൗലവിമാർ എവിടെയുണ്ടോ അവർക്കെല്ലാം എന്റെ ചോദ്യം ബാധകമാണ്. കുറ്റ്യാടി ഞാൻ പോയത് വെറുതെയല്ല. 1964 പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ മഖാം എന്ന് വിളിക്കുന്ന ആ നീളമുള്ള ഖബർ ചില ചെറുപ്പക്കാർ ചേർന്ന് പൊളിച്ചു നീക്കിയെന്ന് ഈ ചിയ്യൂർക്കാരനായ മൊയ്ദ് മൗലവി, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് മൊയ്ദ് മൗലവി കുറ്റ്യാടിയിലെ ഖാദി എഴുതി വെച്ചിട്ടുണ്ട്. കുറ്റ്യാടി ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ജാറം പൊളിച്ച
സ്ഥലത്ത് പോയിട്ടാണേ മൗലവിമാരെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 54 പള്ളി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങളോട് പറയട്ടെ, അതേ സ്ഥലത്ത് പോയിട്ടാണ് 25 മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടാണ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 6000-ലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. യതീം കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട്. ഹരിയാനയിലുള്ള ചെറിയ മക്കൾ, ഉറുദുക്കാരായ ചേരി പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മക്കൾ അവിടുന്ന് പഠിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഉണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന 100 മക്കളുണ്ട്. ശരീഅത്ത് കോളേജിൽ 100 കുട്ടികൾ പഠിച്ച് പണ്ഡിതന്മാരായി അൽഹംദുലില്ലാഹ് ഓലസെറ്റിൽ പഠിച്ച ഈ നൗഷാദ് സഖാഫി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഏത് മൗലവിക്ക് ധൈര്യമുണ്ട് ഈ ചെറുപ്പക്കാരനായ നൗഷാദ് സഖാഫി അയച്ചു തരാം, നേരിടാൻ ധൈര്യമുണ്ടോ മൗലവിമാരെ? അങ്ങനത്തെ 100 മക്കളെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദ വളർത്തിയെടുത്തിട്ടുണ്ട്. ചോദിക്കട്ടെ മൗലവിമാരെ, സദാ ദഅവാ കോളേജിൽ MA-ക്ക് പഠിക്കും, BA-ക്ക് പഠിക്കുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അവർ PG എടുക്കും. അതേ സമയത്ത് പണ്ഡിതന്മാരാകും. അതിന് ദഅവാ കോളേജ് നടക്കുന്നുണ്ട്. ചോദിക്കട്ടെ മൗലവിമാരെ, നിങ്ങൾക്ക് ഞാൻ പിരിവെടുക്കുന്നതിന് വിഷമമുണ്ടല്ലേ? പിരിവെടുത്തിട്ട് നിങ്ങളെപ്പോലെയല്ല ഞാൻ പിരിവെടുത്തതിൽ എന്റെ സംഘടനയിൽ ഒരാൾക്കും ഇന്ന് വരെ തർക്കമുണ്ടായിട്ടില്ല, എന്റെ നേതാക്കൾക്കുണ്ടായിട്ടില്ല, എന്റെ കൂടെയുള്ളവർക്കുണ്ടായിട്ടില്ല. നിങ്ങൾ പിരിവെടുത്തിട്ടോ മൗലവിമാരെ? നിങ്ങൾ പിരിവെടുത്തിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മഖബറ പൊളിക്കണമല്ലേ? ഞങ്ങളെ മഖബറ പൊളിച്ചതുകൊണ്ടാണ് ഞാൻ കുറ്റ്യാടിയിൽ പോയി ഓല സെറ്റ് കെട്ടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ തലേണി വെക്കാനും കിടക്കയിടാനും അല്ല തന്നിട്ടുണ്ട്. ഞാൻ നാദാപുരത്തുനിന്നാ പറയുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഇന്ന് വരെ ഓ മൗലവി നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല, ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ഓല സെറ്റ് കെട്ടി അതാ ഇഷ്ടികയും തലയ്ക്ക് വെച്ച് ഞാൻ സിറാജുൽ ഹുദയിൽ ധാരാളം കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കതിൽ അസൂയയുണ്ടല്ലേ? അത് പൊളിക്കാൻ വേണ്ടി ഒരു മൗലവിയെ നാദാപുരത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ അത് നടക്കുമെന്ന് തോന്നിപ്പോയി അല്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കുറെ ആള് പോയി നിന്നു കൊടുത്താൽ പേരോട് ഒലിച്ചു പോകുമെന്ന് തോന്നിയല്ലേ? എന്ന ഈ കരയുദ്ധത്തിൽ നിങ്ങളെ അതാ കിടത്തേണ്ട സ്ഥലത്ത് കിടത്തിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ശരിക്ക് കടോളം സിറാജുൽ ഹുദയുടെ സമ്മേളനമായതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് തോന്നിയോ? നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിനെതിരെ ഇബ്ലീസും അനുയായികളും യഹൂദികളും ചാരന്മാരും ലോകത്തെവിടെ വന്നോ അവരെ ഒന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല. അവരാശയം പൊളിച്ചേ മടങ്ങൂ, സംശയം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയില്ലേ നിങ്ങൾ? റസൂലുള്ള ജാറം പൊളിച്ചുവെന്ന്. എന്നിട്ടോ ഭരണാധികാരം കിട്ടിയിട്ടാണ് പോലും. ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. എന്നാൽ ഇടവണ്ണ ഫത്ഹാവുന്ന മുമ്പാണ് ഈ ധീരത ഇടവണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചതെന്ന് വായനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുഹമ്മദ് നബി ഭരണം കിട്ടിയിട്ടാ ജാറം പൊളിച്ചത്. ധീര മുജാഹിദുകൾ ഭരണമില്ലാതെ തന്നെയാ പൊളിച്ചത്. ഓ മുസ്ലിമീങ്ങളെ, ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം, അതിന്റെ പുറമെ എന്തിനാണോ തീവ്രവാദം എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ ആ ഭരണത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ, അവിടെയുള്ള നിയമപാലകന്മാരെ അംഗീകരിക്കാതെ, കോടതിയെ വകവെക്കാതെ സ്വയം നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരല്ലേ തീവ്രവാദം? ഈ തീവ്രവാദമല്ലേ നിങ്ങൾ ഇവിടെ നടത്തിയത്? ഈ തീവ്രവാദത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിലല്ലേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ തലവെട്ടിപ്പോയത്? ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഞങ്ങളെ ഇമാമിങ്ങളെ പലരെയും നിങ്ങൾ കൊന്നിട്ടുണ്ട്, വിഷം കൊടുത്തു കൊന്നിട്ടുണ്ട്, വിഷം കുത്തിയിട്ട് കൊന്നിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തീവ്രവാദികൾ തലവെട്ടി കൊന്നിട്ടുണ്ട്. ഇതുപോലെ പേരോടിനെ വകവരുത്താമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഷഹീദായി മരിക്കാമല്ലോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്തിനാണ് കൊല്ലപ്പെട്ടത്? തീവ്രവാദത്തെ അനുകൂലിക്കാഞ്ഞിട്ടല്ലേ?